ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് ആയാലോ? ഞാനും നന്ദനയും കൂടി DIYയിൽ കയറി സാധനത്തിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ അവിടെ തന്നെ വെച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആകെപ്പാടെ വാങ്ങിച്ചത്, അവളൊരു കാർഡും എടുത്തു, ഞാനൊരു ഓയിൽ ഡിസ്പെൻസറും എടുത്തു. റേറ്റൊക്കെ അത്യാവശ്യം നോർമലാണ്, എങ്കിലും നമുക്കങ്ങനെ വേറൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ അവളുടെ കയ്യിലാണ് ഞാൻ ആ ഓയിൽ ഡിസ്പെൻസർ പിടിക്കാൻ കൊടുത്തത്. അവൾ എന്ത് ചെയ്യുന്നറിയാവോ? ആ കുപ്പിയുടെ ഇടയ്ക്കൊക്കെ കയറ്റി വെച്ചു. കുറച്ച് ബോട്ടിൽസ് ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് കയറ്റി വെച്ചു. എന്താ അല്ലേ? അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തൊപ്പിയും പിന്നെ കുറച്ച് പാവക്കുട്ടിയൊക്കെ എടുത്ത് അതിൻ്റെ റേറ്റ് എല്ലാം നോക്കിയിട്ട് അതിനെ അവിടെ വെച്ചു. പിന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് വിശാൽ മാർട്ടിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവൾക്ക് കുറേ ഓഫർ കണ്ടത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഓഫറെല്ലാം നമ്മൾ നോക്കി കുറേ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കുറേ ഡ്രസ്സെല്ലാം തിരിച്ചു വെച്ചു. ട്രയൽ ചെയ്തെടുത്ത് ഒരൊറ്റ ഡ്രസ്സ് ഞങ്ങൾ എടുത്തില്ല, സ്വാഭാവികം. അങ്ങനെ ബില്ലെല്ലാം കൊടുത്തിട്ട് നമ്മൾ ജ്യൂസി ഡേ കയറി. 49 റുപ്പീസിനാണ് അവിടെ എല്ലാം കിട്ടുന്നത്. ഇത് വേറെങ്ങുമല്ല, ആലുവ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് കുറച്ച് നടന്നാൽ മതി. അതായത് വിശാൽ മാർട്ടിൻ്റെ DIYയുടെ ഒക്കെ തൊട്ടപ്പുറം ഇപ്പുറമൊക്കെയാണ്. അതെല്ലാം കഴിഞ്ഞ് പള്ളിയിൽ നമ്മൾ പെരുന്നാളിന് പോയി. നമ്മുടെ ആൻറ്റി ഇരുന്ന് ഉറങ്ങുവാണ്, പാവമുണ്ട്. രാവിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണം. എന്താ അല്ലേ, പെരുന്നാളിന് പരിപാടി കാണാൻ വന്ന ആൻറ്റിയാണ് ഇരുന്ന് ഉറങ്ങുന്നത്. തൊട്ടപ്പുറത്ത് ഞാനും ഇരുന്ന്